കുൽസിത ബുദ്ധികൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഒറ്റക്കെട്ടായിട്ട് ആരും എതിർക്കുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ ചില കുൽസിത ബുദ്ധികൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾ ഒന്നിച്ച് വ്യാഖ്യാനിക്കൊന്നും വേണ്ട. അതിന് ചില 1-2 വീഡിയോസ് ഞാൻ ആരൊക്കെയാണ് പിന്നെ പറയാം, ഒരു സമയത്ത് ആരൊക്കെ പിന്നിലുണ്ടെന്ന് പിന്നെ പറഞ്ഞു തരാം. ഇപ്പോൾ പറയുന്നില്ല, ഇപ്പോൾ പറയില്ല. ഞാനൊക്കെ ഈ പ്രൊജക്റ്റ് വരാൻ വേണ്ടിയിട്ട് അവസാന നിമിഷം വരെ ഞാൻ ശ്രമിക്കും. ഞാനൊരു വികസനത്തിൻ്റെ ജീവിതത്തിനെതിരായി നിന്നിട്ടില്ല. രാഷ്ട്രീയ പ്രവർത്തനം കുറക്കാൻ നടത്തിയതാണ്. എല്ലാ കാലത്തും ഞാൻ വളർന്നിട്ടുണ്ട്. ഒരു വികസന പ്രവർത്തനത്തിലും നമ്മൾ എതിരെ നിന്നിട്ടില്ല. എല്ലാവരും പിന്തുണയും ഒരു MLA നിലയ്ക്ക് എനിക്ക് വേണമെന്ന് ഞാൻ പറയുന്നത്. ഈ വിചാരത്തിൽ എൻ്റെ റിക്വസ്റ്റ് അതുള്ളൂ. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെൻറ്റർ. പിന്നെ എബ്രഹാം സാറിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അത് എല്ലാം നീങ്ങിയതാണ്. അപ്പോഴാണ് ഈ ടെൻഡർ വന്നത്. അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ആലോചിച്ചു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് നമ്മളൊക്കെ ഇരുന്ന് ആലോചിച്ചു. ഇപ്പോൾ ഈ പ്രൊജക്റ്റ് പോയാൽ വലിയൊരു നഷ്ടം വരും നാനിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവരുടെ അലൈൻമെൻറ്റിൽ മാറ്റം വരുത്തണം. കാരണം ഇതിന് വലിയ ഇത് പോകണമല്ലോ, ഈ എന്താ പറയുക, ഈ ലോറി. അപ്പോൾ അവിടെ നിന്നുള്ള അലൈൻമെൻറ്റിൽ ഒരു മാറ്റം വരുത്തണം. യഥാർത്ഥത്തിൽ മാനസികമായിട്ട് വലിയ പ്രയാസം ഉണ്ടായിരുന്നു. കാരണം അത് ഇത്രയും ഞാനത് പിന്നെ അതും ഇതുപോലെ മെനക്കെട്ടിട്ട് നമ്മൾ നടന്നിട്ട് ടെൻഡറിൻ്റെ എല്ലാം വന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിഫിൽ അന്വേഷിച്ചാൽ അറിയാം, ടെൻഡറിൻ്റെ വക്ക് വരെ എത്തിയിരുന്നു. അപ്പോഴാണ് ഈ പ്രൊജക്റ്റ് ചാടി വീണത്. ഈ പ്രൊജക്റ്റ് ചാടി വീണിട്ട് ഈ പ്രൊജക്റ്റിൻ്റെ ആൾക്കാർ ഇവിടെ വന്ന് അതിൻ്റെ ആൾക്കാർ വന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനൊരു തടസ്സമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഗവൺമെൻറ് തലത്തിലാണ്. അപ്പോൾ കിഫ്ബിൻ്റെ അബ്രഹാം സാറിൻ്റെ അധ്യക്ഷതയിൽ, അയാളാണ് ചെയർമാൻ, പഴയ ചീഫ് സെക്രട്ടറി, അത് അധ്യക്ഷതയിൽ മീറ്റിംഗ് കൂടി അലൈൻമെൻറ്റ് മാറ്റുന്നത് പരിശോധിക്കാൻ വന്ന് ഇവിടെ പരിശോധിച്ചു. അപ്പോൾ പത്രവാർത്തയും വന്നാണ്, ഇവിടെ പരിശോധിക്കാൻ വന്നിരുന്നവർ. അവർ പരിശോധിച്ചിട്ട് അലൈൻമെൻറ്റ് മാറ്റാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ കാരണം കൂടി നീണ്ടുപോകും. കാരണം അലൈൻമെൻറ്റ് മാറ്റി വരണേ ഇനി യഥാർത്ഥത്തിൽ അതിൻ്റെ ശിലാസ്ഥാപനം നടന്നിട്ടുണ്ട്. പക്ഷേ ഇത് വലിയൊരു പ്രൊജക്റ്റും ഇവിടുത്തെ ഒരു സ്വപ്ന പദ്ധതി ആയതുകൊണ്ട് എന്നാൽ അത് മാറ്റി വെച്ചാലും ഇതിലേക്ക് കിടക്കണമെന്ന് തീരുമാനമെടുത്തുകൊണ്ടാണ് വന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ശിലാസ്ഥാപനം നടന്ന് വലിയ പരിപാടി ഇപ്പോൾ നടക്കേണ്ട അതായിരുന്നു. പക്ഷേ അതുപോലും മാറ്റി വെച്ചു നമ്മൾ ഈ പദ്ധതി വരാൻ വേണ്ടിയിട്ട് നമുക്ക്. അതുകൊണ്ടാണ് നീണ്ടുപോയത്. അതല്ലെങ്കിൽ അലൈൻമെൻറ്റ് മാറ്റിയേ വരും. പക്ഷേ അലൈൻമെൻറ്റ് മാറ്റി പറഞ്ഞാൽ ഇത് വരണ്ടേ, ഇത് വലിയൊരു പ്രൊജക്റ്റല്ലേ. ഇതെന്ന് പറഞ്ഞാൽ 10,000-ഓളം ആൾക്കാർക്ക് ഒരു 5-6 കൊല്ലം കൊണ്ട് ഇങ്ങനെ ജോലി കിട്ടുന്ന പോർട്ടബിൾ വാട്ടർ ഫിൽറ്റർ ഉപയോഗിച്ച് ധൈര്യമായിട്ട് ഏത് ടാപ്പിൽ നിന്നും നിങ്ങൾക്ക് അണുമുക്തമായ വെള്ളം ഇതുപോലെ കുടിക്കാം. GCAT-ൻ്റെ ഒരു പുതിയ ഉൽപ്പന്നമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾ അത് വിവരിച്ചു തരാം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ യാത്രയിലോ ബസ് യാത്രയിലോ മറ്റ് ട്രക്കിങ്ങിലോ ഒക്കെ ആണെങ്കിൽ പോലും വെള്ളം വളരെ അനിവാര്യമാണ്. ആ വെള്ളത്തിന് വേണ്ടി നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഈ ബോട്ടിൽ മാത്രം കയ്യിലുണ്ടായാൽ മതി. നിങ്ങൾക്ക് എവിടെയൊന്നും വെള്ളം ഇത് തുറക്കുക, വെള്ളം എടുക്കുക, വെള്ളം നിറക്കുക, ഇങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് കുടിക്കാൻ പറ്റും. കുടിച്ചു കഴിഞ്ഞാൽ ഇത് കൂട്ടി വെക്കാം. ഇതിൻ്റെ മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് മൊബൈൽ സ്റ്റാൻഡായിട്ടും കൂടി ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും.